ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആനുകാലികം. അടുത്ത മാസം 23-ന് വിരമിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് തൻ്റെ പിൻഗാമിയായി കേന്ദ്രത്തിന് ശുപാർശ ചെയ്തത് ആരെ? ജസ്റ്റിസ് സൂര്യകാന്തിനെ. നമുക്കറിയാം, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് BR ഗവായ്. അദ്ദേഹം അടുത്ത മാസം 23-ന് വിരമിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അദ്ദേഹം കേന്ദ്രത്തിന് ശുപാർശ ചെയ്ത വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. വക്കം മൗലവി പുരസ്കാരത്തിന് അർഹനായത് ആര്? G. പ്രിയദർശൻ. വക്കം മൗലവി പുരസ്കാരത്തിന് അർഹനായതാരാ? അത് G. പ്രിയദർശനാണ്. വന്ധ്യത ചികിത്സയുമായി ബന്ധപ്പെട്ട ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതി ജനനി. വന്ധ്യത ചികിത്സയുമായി ബന്ധപ്പെട്ട ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ജനനി. 2025 ഒക്ടോബറിൽ മലയാളത്തിൻ്റെ പ്രിയ കവി വയലാറിൻ്റെ എത്രാം ചരമവാർഷികമാണ് ആചരിച്ചത്? 50. വയലാറിൻ്റെ 50-ാം ചരമവാർഷികമാണ് 2025 ഒക്ടോബറിൽ ആചരിച്ചത്. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി നടക്കുന്ന ഏഷ്യ പസഫിക് വിമാന അപകട അന്വേഷണ സമിതി യോഗത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹി. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി നടക്കുന്ന ഏഷ്യ പസഫിക് വിമാന അപകട അന്വേഷണ സമിതി യോഗത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹി. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സംരംഭം ഭാരത് ടാക്സി. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സംരംഭമാണ് ഭാരത് ടാക്സി. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11-ാം അംഗരാജ്യം കിഴക്കൻ ടിമോർ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11-ാം അംഗരാജ്യമാണ് കിഴക്കൻ ടിമോർ. 2025 ഒക്ടോബറിൽ ബുറേവെസ്നിക് ക്രൂസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യം റഷ്യ. 2025 ഒക്ടോബറിൽ ബുറേവെസ്നിക് ക്രൂസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് റഷ്യ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് വില്ലോ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പാണ് വില്ലോ. 2025 ഒക്ടോബറിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ? ബെയ്ജിംഗ്, ചൈന. 2025 ഒക്ടോബറിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ നിയമത്തിന് കീഴിൽ വരുന്ന ആസ്തിയാണെന്ന് പ്രഖ്യാപിച്ചത് ഏത് ഹൈക്കോടതിയാണ്? അത് മദ്രാസ് ഹൈക്കോടതിയാണ്. ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ നിയമത്തിന് കീഴിൽ വരുന്ന ആസ്തിയാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന മറാത്തി സിനിമ ദശാവതാർ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന മറാത്തി സിനിമയാണ് ദശാവതാർ. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് കാമറൂൺ പ്രസിഡന്റ് പോൾ ബിയ. അദ്ദേഹത്തിന് 92 വയസ്സാണ്. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് കാമറൂൺ പ്രസിഡന്റായ പോൾ ബിയ. അദ്ദേഹത്തിന് 92 വയസ്സാണ്. ഉത്തർപ്രദേശിലെ മുസ്തഫാബാദ് എന്ന സ്ഥലത്തിൻ്റെ മാറ്റാൻ പോകുന്ന പേര് കബീർ ധാം. ഉത്തർപ്രദേശിലെ മുസ്തഫാബാദ് എന്ന സ്ഥലത്തിൻ്റെ മാറ്റാൻ പോകുന്ന പേരാണ് കബീർ ധാം. വലുപ്പത്തിൽ ഏഷ്യയിലെ വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. വലുപ്പത്തിൽ ഏഷ്യയിലെ തന്നെ വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈൻ സൂ ആണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ലോകോത്തര മൃഗശാല ഡിസൈനറായ ജോൺ ചാൽസ്കോയുടെ രൂപകൽപ്പനയാണിത്. ലോകോത്തര മൃഗശാല ഡിസൈനറായ ജോൺ ചാൽസ്കോയുടെ രൂപകൽപ്പനയാണിത്. അപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് ആലോചിക്കേണ്ടത് വലുപ്പത്തിൽ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയനാണ്.
കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കാണ്. ഇത് രൂപകൽപ്പന ചെയ്തത് ജോൺ ചാൾസ് കോയാണ്. ജോൺ ചാൾസ് കോ. ബ്രിട്ടീഷ് സൈന്യത്തിലെ LGBTQ വിഭാഗക്കാർക്കായി ചാൾസ് രാജാവ് സ്മാരകം തുറന്നത് സ്റ്റാഫർഡ്ഷെയറിലാണ്. ഓപ്പൺ ലെറ്റർ ശില്പം. സ്റ്റാഫർഡ്ഷെയറിൽ ഓപ്പൺ ലെറ്റർ ശില്പം. നിലവിലെ അൽബേനിയൻ പ്രധാനമന്ത്രിയാണ് AD രാമ. നിലവിലെ അൽബേനിയൻ പ്രധാനമന്ത്രിയാണ് AD രാമ. അൽബേനിയയിലെ നിർമ്മിത ബുദ്ധി വകുപ്പ് AI സഹമന്ത്രിയാണ് ഡീല. അൽബേനിയയിലെ നിർമ്മിത ബുദ്ധി വകുപ്പ് AI സഹമന്ത്രിയാണ് ഡീല. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കിയുള്ള ഭൂപടമടങ്ങിയ പുസ്തകം ആർട്ട് ഓഫ് ട്രയംഫ് പാകിസ്ഥാൻ ജനറലിന് സമ്മാനിച്ച ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവാണ് മുഹമ്മദ് യൂനുസ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കിയുള്ള ഭൂപടമടങ്ങിയ പുസ്തകം, അതായത് ആർട്ട് ഓഫ് ട്രയംഫ്, പാകിസ്ഥാൻ ജനറലായ സഹീർ ഷംഷദ് മിർസയ്ക്ക് സമ്മാനിച്ച ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവാണ് മുഹമ്മദ് യൂനുസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ആനുകാലിക ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഡെയിലി ഇത്തരത്തിൽ വീഡിയോ ചെയ്തു പോയാൽ നല്ലതായിരിക്കും. അത് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വരുന്ന PSC പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കുറേ കൂടി നല്ലതായിരിക്കും. അതല്ല, ആഴ്ചയിൽ ഒരു ദിവസം ആ ഒരു ആഴ്ചയിലെ മുഴുവൻ ആനുകാലികങ്ങളും ഉൾപ്പെടുത്തി കുറച്ചുകൂടി വലിയൊരു വീഡിയോ ചെയ്തു പോകാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്